അഖിൽ ശരിക്കും ഒരു പൊളിറ്റീഷ്യൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തായിരിക്കും അഖിലിന്റെ വ്യൂ പോയിന്റിലേക്ക് എന്തെങ്കിലും ഒന്ന് നല്ലത് ചെയ്യണം എന്ന് തോന്നിയാൽ എന്തായിരിക്കും? അല്ല, ബേസിക്കലി ഇവിടെ നമ്മുടെ നാട്ടില് ഏറ്റവും നല്ല പൊതുപ്രവർത്തക നേതാവെന്നൊക്കെ പറയുന്നതേ ഈ സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യിക്കാതിരിക്കുന്നവന്മാരാണ് ഇവിടുത്തെ പൊതുവെ നല്ല നേതാക്കന്മാർ. ആരെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് അത് എങ്ങനെ ഇല്ലാതാക്കി ലീഡറാവുന്നവരാണ് ഭൂരിഭാഗം. അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ നീഡ് അറിയുക. ഇപ്പം ഞാൻ എപ്പോഴും പറയും, ഇപ്പം വളരെ സാധാരണക്കാരന്മാർക്ക് ജീവിക്കാനുള്ളത് എന്താണെന്നാണ് ഏറ്റവും മെയിനായിട്ട് തിരിച്ചറിയേണ്ടത്. ഇപ്പം നമ്മൾ ഭയങ്കര വികസനപരമായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നു എന്ന് പറയും. ഇപ്പോൾ ഞാൻ പണ്ട് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഇപ്പം കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നു. ഇപ്പം എൻ്റെ നാട് കൊട്ടാരക്കര കോട്ടാത്തല. അവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നം പാറമടയിൽ തൊഴിൽ ഇല്ലാണ്ടായി, കശുവണ്ടി മേഖലയിൽ തൊഴിലില്ലാതായി. അപ്പോൾ അവനോടാണ് ഒരു നേതാവ് അവൻ്റെ മുന്നിൽ വന്നിന്ന് പ്രസംഗിക്കുകയാണ്, ഞങ്ങൾ കൊച്ചിയിൽ മെട്രോ കൊണ്ട് വന്നില്ലേ. ഇവൻ എന്താണ് അതുകൊണ്ട് കാര്യം? നിങ്ങൾ എൻ്റെ പാറമടയിൽ ഞാൻ പൊക്കൊണ്ടുവന്ന ജോലി ഇല്ലാതാക്കില്ലേ, അല്ലെങ്കിൽ കശുവണ്ടി മേഖല ഇല്ലാതായില്ലേ, അല്ലെങ്കിൽ മറ്റ് അവനെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കാര്യമില്ല. എന്നാൽ അത് ചെയ്യണം, പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്ക് വാഗ്ദാനങ്ങൾ ദൈവം ഇത് കൊടുക്കാതിരിക്കുക. ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രമായി മത്സരിച്ചപ്പോൾ പോലും ഞാൻ എഴുതിയത്, നമ്മൾ ആരെ പറഞ്ഞു പറ്റിക്കാതിരിക്കുക. രാഷ്ട്രീയക്കാരെ എനിക്ക് ഒരു രീതിയിലും വർക്കാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനത്തിനെ മുഖത്ത് നോക്കി പറഞ്ഞു പറ്റിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ ചെയ്യണ്ട. എന്താ പ്രശ്നം ഇവിടെ? നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റൂ. അപ്പം അവരെ ദൈവം ഇത് സാധാരണക്കാരനെ പറ്റിക്കാതിരിക്കുക. ഇത് ഞാൻ ഒരു മനുഷ്യനെ എൻ്റെ ലൈഫിൽ ഞാൻ പറ്റിക്കത്തില്ല. എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ 100% ചെയ്യും. ശരിക്കും ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു വിഷനുള്ള ഒരു ലീഡർ ആയിരിക്കണം രാഷ്ട്രീയത്തിൽ വരുന്നതെന്ന് പറയും. ഞാൻ എപ്പോഴും പറയും, എപ്പോഴും വിഷണറി ആയിരിക്കണം. ഇപ്പം നമ്മൾ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിരത്തുകൾ നമ്മൾ നോക്കണം. റോഡുകൾക്ക് വീതി കൂട്ടാനുള്ള സ്പേസിലാണ് ബ്രിട്ടീഷുകാരൻ 100 വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അവൻ ചിലപ്പോൾ അന്നത്തെ റോഡ് ചെറുതായിരിക്കും, പക്ഷെ അവൻ അപ്പുറം ഇപ്പുറം അത്രയും, അതായത് ഡൽഹി ഇന്ത്യൻ തലസ്ഥാന നഗരിയാണെന്ന് ഇതുപോലെ ഡെവലപ്പ് ആകുമെന്ന് 100 വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ ഒരു പക്ഷേ ഒരു 10-15 വർഷം മുമ്പ് ഉണ്ടാക്കിക്കുന്ന റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം മൊത്തം മുളച്ചു വന്നിരിക്കുന്ന കടകളാണ്. ഇവിടെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നവനോ ഒരു ബിസിനസ് തുടങ്ങി 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിക്കാൻ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? വിഷണറി അല്ലവൻ. അതുപോലെ 10-20 വർഷം കഴിയുമ്പോൾ ജനത്തിനുണ്ടാകുന്ന മാറ്റത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടൊരു പദ്ധതി കൊണ്ടുവരണം. ഇപ്പം നിസ്സാരം, ഇപ്പം നമ്മൾ ഒരുപാട് എതിർപ്പ് വന്നതാണ് നോട്ട് നിരോധനമൊക്കെ. പക്ഷേ എന്നാൽ പോലും നോട്ട് നിരോധനത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് നമ്മൾ നോക്കുക. ക്യൂ നിന്ന് മരിച്ചു വീണു എന്ന് പറഞ്ഞ് അന്ന് അതിനെ ആക്ഷേപിച്ച ആൾക്കാർ ആരും ഒന്ന് ക്യൂ നിൽക്കുന്നില്ല. ബാങ്കിലെ ക്യൂ ഇല്ലാതായി, KCBയിലെ ക്യൂ ഇല്ലാതായി, പല സ്ഥലത്തെയും ക്യൂ ഇല്ലാതായി, കടകളിൽ ഈവൻ ബാങ്കിലെ ജീവനക്കാർക്ക് പോലും സമാധാനമായി. കാര്യം തിരക്കില്ലല്ലോ ബാങ്കിൽ. ഇങ്ങനെ പല രീതി. അപ്പം എന്തായിരിക്കും, എന്താണ് അതിന്റെ ചേഞ്ച് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുപോലെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിനെ അടച്ചെതിർക്കുകയല്ല, ആക്ഷേപിക്കുകയോ എതിർക്കുകയല്ല വേണ്ടത്. ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ഈ പദ്ധതി മൂലം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു 3-4 വർഷം കഴിഞ്ഞ് നമ്മുടെ നാടിന് എന്ത് ചേഞ്ചാണ് ഉണ്ടാകാൻ പോകുന്നത്? നിങ്ങൾക്കിടയിലേക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ഇതാരും പറഞ്ഞു കൊടുക്കുന്നതുമില്ല. അപ്പം ഇതൊരു പ്രശ്നമാണ്. അപ്പം പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, അത് ജനത്തിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലും പലരും പരാജയപ്പെടുന്നുണ്ട്.